മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ദുരന്ത ഭൂമിയിലും ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കാൻ എത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഉച്ചയോടെ സ്ഥലത്തെത്തും. അന്വേഷണം ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ സന്ദർശനം. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായുണ്ട്. ജേസൺ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അന്വേഷണ കമ്മീഷൻ തൃശ്ശൂരിൽ എത്തുകയാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ എത്ര മണിയോടെയാണ് അവിടെ എത്തുക? ഗുഡ് മോർണിംഗ് സ്മൃതി. 16 പേരുടെ മരണത്തിനിടയാക്കിയ മുണ്ടത്തിക്കോട് ദുരന്തം അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുക. ആദ്യം മുണ്ടത്തിക്കോട് സംഭവം ദുരന്ത ഭൂമിയിലും അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നു. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളത്. ബാക്കി എല്ലാവർക്കും ഡിസ്ചാർജ് ആയി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആളെ കാണും. പിന്നീട് ഈ ദുരന്തഭൂമി സന്ദർശിക്കും, പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. പക്ഷേ മറ്റു നടപടികളെ കടക്കുന്നതിന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കേണ്ടതുണ്ട്, ടേംസ് ഓഫ് റെഫറൻസ് ഇറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു പ്രാഥമികമായ ഒരു സന്ദർശനം എന്ന നിലയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് എത്തുന്നത്. 12 മണിക്ക് തൃശ്ശൂരിലെത്തി രാമനിലയത്തിലെത്തും. അതിനുശേഷമായിരിക്കും ഈ 2 സ്ഥലങ്ങളിൽ സന്ദർശിക്കുക. അതേസമയം തന്നെ 16 പേരുടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം 32ഓളം ശരീരഭാഗങ്ങൾ ഇപ്പോഴും DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അത് ലഭിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ആരെങ്കിലും ഇതിൽ കൂടുതൽ മരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകുക. ഏതായാലും നിലവിൽ 16 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, അതാണ് അവിടെ എത്തിയ ശേഷം എന്തൊക്കെയാണ് പരിശോധനയ്ക്ക് ശേഷം ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറയുക എന്നതും പ്രധാനമാണ്. സർക്കാരിന് അദ്ദേഹം റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്.